നിലയിലാണ്. 10-ലധികം പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു വശത്ത് ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്തുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്നും ആളുകളെ തിരിച്ചയക്കാൻ പോലീസ് ഇപ്പോൾ അവിടെ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മറുവശത്ത് നമ്മൾ കാണുന്നത് നേരത്തെ ദുരന്തമുണ്ടായ സമയത്ത്, അതായത് അവിടെ വലിയ തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ വീണ സമയത്ത് അവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകുന്ന കാഴ്ചയാണ് കാണുന്നത്. കൃത്രിമ ശ്വാസമൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ 7 പേർ മരിച്ചതായി, ഒരു കുഞ്ഞടക്കം 7 പേർ മരിച്ചതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. MG മിഥുൻ തുടരുന്നുണ്ട്. മിഥുൻ, ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പോരായ്മ വന്നിട്ടുണ്ടോ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള സമയമല്ല. എങ്കിൽ പോലും ഇത്രയും അധികം ആളുകൾ അവിടേക്ക്, ആ സ്റ്റേഡിയത്തിനരികിലേക്ക് എത്തുമെന്ന് അവർ നേരത്തെ തന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഗതാഗത തടസ്സമുണ്ടാകുമെന്ന രീതിയിൽ ഉള്ള മുന്നറിയിപ്പ് മാത്രമാണ് ജനങ്ങൾക്ക് നൽകിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്, അല്ലേ മിഥുൻ? തീർച്ചയായും സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വലിയ ആഘോഷങ്ങൾക്കിടയിൽ ആരാധകരുടെ ഒരു വലിയ രീതിയിൽ ഒരു തടിച്ചുകൂടൽ ഉണ്ടാകും, ഒഴുകിയെത്തുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ സ്വാഭാവികമായും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകണമായിരുന്നു, സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകണമായിരുന്നു. ഇതിൻ്റെ ഭാഗമായി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ടതാണ്. പക്ഷേ അക്കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ സംസാരിക്കേണ്ടതല്ല. എങ്കിൽ പോലും തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ പാഴ്ച പറ്റി എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. കാരണം നേരത്തെ തന്നെ ഇത്തരത്തിൽ ആളുകൾ തടിച്ചുകൂടാം, വലിയൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലാക്കിക്കൊണ്ട് ഈ വിക്ടറി പരേഡൊക്കെ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായും നമുക്കറിയാം, ആദ്യമായ ഒരു കിരീടം നേടുകയാണ്, കന്നി കിരീടം നേടുകയാണ്. 18 വർഷത്തിന് ശേഷം നേടുന്ന കിരീട ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ ആരാധകരെ സംബന്ധിച്ച് മറ്റ് സ്റ്റേറ്റുകളിൽ ഇപ്പോൾ ചെന്നൈയിലാകാം അല്ലെങ്കിൽ മുംബൈയിലാകാം, അവരൊക്കെ കപ്പ് നേടിയപ്പോൾ സമാനമായ രീതിയിൽ വലിയ ആഘോഷ പ്രകടനങ്ങളൊക്കെ നടത്തിയതാണ്. സ്വാഭാവികമായും അത്രത്തോളം ആഘോഷം നടത്താൻ ചിന്നസ്വാമി ഇത്തരത്തിൽ കർണാടകയിലെ ബാംഗ്ലൂരിൻ്റെ ഫാൻസിനും ആഗ്രഹമുണ്ടാകും. അതുകൊണ്ട് തന്നെ അതും കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഒരു വലിയ വിക്ടറി പരേഡ് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്ത് അതിൻ്റെ ഭാഗമായി നടത്തിയ ആ ഒരു വിജയാഘോഷമാണ് ഇപ്പോൾ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചിരിക്കുന്ന ഒരു കണ്ണീർ കടലായി മാറുന്നത്. 7 പേരുടെ മരണത്തിനിടയാക്കുകയും ചെയ്തിരിക്കുന്നതായാലും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമായിരുന്നു. അതിലൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഇത്രയും അധികം ആളുകൾ വരുമെന്ന് അവർ മുൻകൂട്ടി പ്രതീക്ഷിക്കണമായിരുന്നു. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമായിരുന്നു. അതിലെല്ലാം തന്നെ കൃത്യമായ വീഴ്ച പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം വിധാൻ സൗധയിലടക്കം നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ ഒരു ഇത്രയും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ട വിധാൻ സൗധയിൽ പോലും ആരാധകർ തടിച്ചുകൂടി. പുറത്തു മാത്രമല്ല, അകത്തേക്ക് മതിൽ ചാടി കടന്ന് ആരാധകർ അകത്തേക്ക് പ്രവേശിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തതാണ്. അത്രത്തോളം സുരക്ഷാ പ്രശ്നങ്ങൾ അവിടെയൊക്കെ ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയും ചെയ്തതാണ്. പ്രത്യേകം ഒരുക്കിയ സജ്ജമാക്കിയ വേദിയിൽ പോലും ആരാധകർ തടിച്ചുകൂടി നിൽക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വരികയും ചെയ്തതാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ബാരിക്കേഡുകളൊക്കെ നേരത്തെ തന്നെ ക്രമീകരിച്ചിരുന്നു. പക്ഷേ അതൊക്കെ തള്ളിയിട്ടുകൊണ്ട് റോഡിന് ഇരുവശത്തുമായി നിർത്തിയിരുന്ന ആരാധകർ പുറത്തു ചാടി ഈ താരങ്ങൾക്ക് അടുക്കേക്ക് വരാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്താണ് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായത്. സ്റ്റേഡിയത്തിന് പുറത്തു നിന്ന് ആരാധകരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്ന കവാടത്തിന് സമീപത്ത് വെച്ചാണ് വലിയൊരു ദുരന്തമുണ്ടായത്. ഈ സമയത്ത് നിരവധി പേർ കുഴഞ്ഞു വീഴുകയും ചെയ്തു. ഇവരേക്ക് പ്രാഥമിക ശുശ്രൂഷകളൊക്കെ നടത്തുകയും ചെയ്തു. തുടർന്ന് അവരെ ആംബുലൻസിൽ തൊട്ട് സമീപമുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിൽ പോലും തന്നെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. നിലവിൽ 20-ലധികം ആളുകളുടെ നില ഗുരുതരമായി തുടർന്നു. ഇതിൽ 10ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പാളി ദുരന്തമായി മാറിയിരിക്കുന്നു. ഈ ആഘോഷം എന്നുള്ളത് തന്നെയാണ്. വൻ തിരക്കുണ്ടായി എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ വ്യക്തമാകുന്നതാണ്. ഓരോ ഇടങ്ങളിലും ആരാധകരുടെ പ്രതീക്ഷിച്ചതിലും അധികം ആരാധകരുടെ ഒരു വലിയ വിന്യാസം അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ കൃത്യമായ വീഴ്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. എന്തായാലും നിലവിൽ അല്പസമയത്തിന് മുമ്പ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞതുപോലെ തന്നെ ഈ വിവരങ്ങൾ അറിഞ്ഞു വന്നതുള്ളൂ. അല്പസമയത്തിനകം തന്നെ എന്താണ്
കൃത്യമായി സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും. നിലവിൽ 7 പേരുടെ മരണമാണ് ഇതിനോടകം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം ഏറെ നാളത്തെ കാത്തിരിപ്പാണ്. ഈ മരിച്ചവരിൽ ആദ്യം മരിച്ചത് ഒരു യുവാവാണ്. അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കാണുകയും ചെയ്തതാണ്. ഒരു സ്ത്രീയും ഒരു കുട്ടിയും ഈ 7 പേരും മരിച്ചവരുണ്ട് എന്നുള്ള അനൗദ്യോഗികമായിട്ടുള്ള ഒരു വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നേരത്തെ സമാനമായ സാഹചര്യങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വലിയ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ദുരന്തമായി മാറുന്നത് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. കാരണം ഇന്ത്യൻ ടീം T20 കിരീടം നേടിക്കൊണ്ട് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് വന്നതും ഇതേ സമാന രീതിയിലായിരുന്നു. ഇത്രയും അധികം ആളുകൾ അവിടെയും ആരാധകർ തടിച്ചുകൂടിയിരുന്നു. പക്ഷേ അവിടെയൊക്കെ കൃത്യമായി ആരാധകരെ നിയന്ത്രിക്കാനും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുകയും ചെയ്യുന്നു. കാരണം വലിയ ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ അന്ന് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത് വലിയ ആഘോഷമാക്കി മാറ്റാൻ, ആരാധകർക്കൊപ്പം നിന്നുകൊണ്ട് ആഘോഷമാക്കി മാറ്റാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അന്ന് സാധിച്ചിരുന്നു. പക്ഷേ അത് ഇവിടെ സാധ്യമായില്ല. ബംഗളൂരുവിൽ അത് സാധ്യമായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും അധികം ആരാധകർ എത്തുമെന്ന് മുൻകൂട്ടി കാണണമായിരുന്നു. പക്ഷേ അത് കാണാനും അതിന് ഒത്ത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല. അതാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കണ്ണീർ കടലായി മാറുന്നു ഈ ആഘോഷവേള എന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നോക്കിക്കാണേണ്ടതായിട്ടുള്ളത്. എന്തായാലും 18 വർഷത്തെ കാത്തിരിപ്പ് അതിൽ വലിയൊരു ദുരന്തമായി മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല. അത്രത്തോളം ആവേശത്തിലായിരുന്നു ആരാധകർ ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രി മുതൽ ആരാധകർ വലിയ ആവേശത്തിലായിരുന്നു, വലിയ ആഘോഷ തിമിർപ്പിലായിരുന്നു. മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിൽ മറ്റ് ഫ്രാഞ്ചൈസികൾ ഈ കപ്പ് നേടുമ്പോൾ, കിരീടം നേടുമ്പോൾ വലിയ രീതിയിൽ ഉണ്ടാക്കിയ ആ ഓളം അല്ലെങ്കിൽ ആ ഒരു ആഘോഷ തിമിർപ്പിന് അപ്പുറം തങ്ങളുടെ ഈ ഒരു കിരീട നേട്ടം ആക്കി മാറ്റണം, അത്രത്തോളം ആഘോഷം ആക്കി മാറ്റണം എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടു കൂടിയായിരുന്നു ഇത്തരത്തിൽ ആരാധകർ ഇവിടേക്ക് തടിച്ചുകൂടുകയും ചെയ്ത് ജേഴ്സികൾ അണിഞ്ഞും കൊടിതോരണങ്ങളുമായും ഒക്കെ എത്തിയ ആരാധകർക്ക് മുന്നിലേക്ക് താരങ്ങൾ വരുമ്പോൾ അത്രത്തോളം ആർപ്പുവിളികളുമായി അഭിവാദികൾ അർപ്പിച്ചുകൊണ്ട് എത്താനുള്ള ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിപ്പോൾ മാറിയിരിക്കുന്നു. ആരാധകർക്ക് മുന്നിലേക്ക് എത്താതെ താരങ്ങൾ തിരികെ ഹോട്ടലിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം അത്രത്തോളം കണ്ണീർ കടലായി മാറുന്നു ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപമുണ്ടായിട്ടുള്ള ഈ ഒരു അപകടം